എൻ്റെ പേര് ചിത്ര. ഞാൻ മലപ്പുറം നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. എനിക്കിവിടെ പറയാനുള്ള സാക്ഷി എന്ന് പറയുന്നത് 2023 മാർച്ച് 16 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞാൻ ഒരുപാട് കടബാധ്യതകളും പ്രശ്നങ്ങളിലും ഒക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. നാട്ടിൽ ജോലി ഉണ്ടായിരുന്നു, ഫിനാൻസിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. പക്ഷേ അതിലൊന്നും എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് നല്ലൊരു ജോലി വേണം എന്ന് മാത്രമേ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുള്ളായിരുന്നു. പിന്നെ കുറേ മനോവിഷമങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് എഴുതി അമ്മയുടെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് അമ്മ ഒരു നിയോഗം എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാനറിയാതെ മകൾക്ക് IELTS എഴുതാനൊരു സാഹചര്യം മാതാവിൻ്റെ കൃപയാൽ ഉണ്ടാവണം എന്നുള്ളത്. പക്ഷേ ഇത് ഞാൻ അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുന്നോട്ട് പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമ്മ ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാനം കൂടിയ സമയത്ത് പറഞ്ഞു, ജൂൺ 15 എനിക്കൊരു പരിഹാരം ഇതിന് കണ്ടെത്തി തരണം മോളുടെ കാര്യത്തിൽ എന്ന് പറയുന്നത്. ജൂൺ 2 അമ്മ നിയോഗം വയ്ക്കുന്നത്. അങ്ങനെ ജൂൺ 13 എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവർ പറഞ്ഞു, അവരുടെ സുഹൃത്ത് വിളിച്ചിട്ട് അവരോട് ചോദിച്ചു, നിനക്ക് UK പോകാൻ താല്പര്യമുണ്ടോ, ഇങ്ങനെ സ്റ്റുഡൻറ്റ് വിസയിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്താണ് ഓടി വന്നത്. എനിക്കെന്തായാലും പോകാൻ പറ്റില്ല, നിനക്ക് നോക്കാൻ പറ്റുമോ, നീ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. 1 രൂപ പോലും എൻ്റെ കയ്യിലെടുക്കാനില്ല. ഒരാഴ്ച ഫീസ് അടയ്ക്കാൻ സമയമുള്ളൂ, 6 ലക്ഷം രൂപ അടയ്ക്കണം, പറ്റുമെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വിളിച്ച് ഇതറിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, നല്ലതാണെങ്കിൽ മുന്നോട്ട് പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴും എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് ആകെ മുന്നിലൊരു 4 ദിവസമേ സമയമുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്ന ലോണുകളൊക്കെ പുതുക്കി ഗോൾഡൊക്കെ ഉള്ളതെല്ലാം പെറുക്കി കൊണ്ടുപോയി വെച്ചിട്ടാണ് ഞാൻ 6 ലക്ഷം രൂപ അടയ്ക്കുന്നത്. അപ്പോഴും മുന്നോട്ട് എങ്ങനെ ബാക്കി ഉണ്ടാക്കണം എന്നൊന്നും അറിയില്ല. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയം വന്നു. എനിക്കൊരു ട്യൂട്ടർ തന്നിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. പക്ഷേ പുള്ളി എൻ്റെ അടുത്ത് ശരിയായ രീതിയിലൊന്നും അല്ല സംസാരിക്കുന്നത്. മോശമല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ എന്ത് പറഞ്ഞു കൊടുത്താലും പറയും ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് പറയും. ഉള്ളിലൊരു പേടിയുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഇൻ്റർവ്യൂ വന്ന് ലാപ്പ് തുറന്ന് വെച്ച് വിഷ് ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് വെച്ച് പാസ്പോർട്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ട് കയ്യിൽ വെക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, 1 സെക്കൻഡ് ഞാനിപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് അവർ കോൾ കട്ട് ചെയ്തിട്ട് പോയിട്ട് പറഞ്ഞു, ഞാൻ ഇൻ്റർവ്യൂ റിജക്റ്റഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത 2 ചാൻസ് കൂടി ഉണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷേ അപ്പോഴത്തേനും ഞാൻ പേടിച്ചു പോയിരുന്നു. പക്ഷേ 2ാമത്തെ ചാൻസിൽ ഞാൻ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു, എല്ലാം ഓക്കെയാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 2ാമത്തെ റിജക്ഷനും വന്നു. ഇനി 1 ചാൻസും കൂടിയുള്ളൂ. അതെങ്ങനെ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോഴും ഞാൻ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരുന്നു. അമ്മ എനിക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നതിനപ്പുറം എനിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. 3ാമത്തെ ഇൻ്റർവ്യൂ എനിക്കറിയില്ല, ഞാൻ സംസാരിച്ച് തുടങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ലാസ്റ്റ് എത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കൺഗ്രാജുലേഷൻസ് ചിത്ര, യു ആർ സെലക്റ്റഡ്. അത് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് അച്ഛൻ അന്വേഷിച്ചപ്പം എല്ലാ കാര്യങ്ങളും ഓൾറെഡി ലോണിലാണ് ഇരിക്കുന്നത്, കൂടുതലൊന്നും കിട്ടാനൊന്നുമില്ല. എന്നാലും പ്രതീക്ഷ വിട്ടിട്ടില്ല. അച്ഛൻ പോയി അന്വേഷിച്ച സമയത്ത് പറഞ്ഞു ലോണൊന്നും തരാനില്ല എന്ന് പറഞ്ഞു. പക്ഷേ ലാസ്റ്റ് നിമിഷത്തിൽ അച്ഛനെ മടക്കി വിട്ടെടുത്ത് നിന്ന് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ചന്ദ്രേട്ടൻ നിങ്ങൾ പറയുന്ന സമയത്ത് എങ്ങനെ തരാതിരിക്കും, കാരണം ഇവിടെ അത്രയും നല്ലൊരു വാല്യൂഡ് ആയിട്ടുള്ള കസ്റ്റമർ ആണ് എന്ന് പറഞ്ഞിട്ട് അച്ഛന് വീണ്ടും ലോണ് സാങ്ഷൻ ആക്കി കൊടുത്തു. എനിക്കും അതുപോലെ തന്നെ എൻ്റെ പ്രോപ്പർട്ടീൻ്റെ പേരിൽ ലോണ് ശരിയായി. എല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അമ്മ 2ാം തീയതി ഉടമ്പടി വെച്ചിട്ട് നിയോഗം വെച്ചിട്ട് 15ാം തീയതിക്കുള്ളിൽ തീരുമാനം കിട്ടണം എന്ന് പറഞ്ഞെടുത്ത് വെറും 1.5 മാസം കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് കയറി പോകുന്നത്. VSFൽ എനിക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് ഡേറ്റ് കിട്ടിയ സമയത്ത് 2 മണിക്ക് അവിടെ എത്തണം. ഞാനും അച്ഛനും ഇവിടുന്ന് രാവിലെ ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട് നിലമ്പൂരിൽ നിന്ന് ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ട്രെയിൻ മിസ്സായി. ബസ് പിടിച്ച് ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ സമയം തെറ്റും. വേറെ ഒന്നും ചെയ്യാനില്ല, പോയേ പറ്റൂ. പക്ഷെ ബാക്കി അവിടെ വെച്ചിട്ട് കാണാം എന്ന് വിചാരിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പോണത്. പക്ഷെ അവിടെ ചെന്ന് ബസ് എനിക്കറിയില്ല എങ്ങനെ ഞാൻ അവിടെ എത്തിയതെന്ന്. ഒരു ഓട്ടോക്കാരനെ കണ്ടു. ആ പുള്ളി ഞങ്ങളെ കൃത്യസമയത്ത്, അതായത് എന്നെ വിളിക്കുന്നതിൻ്റെ ജസ്റ്റ് 2 മിനിറ്റ് മുന്നേ അവിടെ കൊണ്ടുപോയി ഇറക്കി വിട്ടു. അത് ഈ പറയുന്ന പോലെ ഒരു 10 മിനിറ്റ് കൊണ്ട് എല്ലാം ചെയ്ത്, മണിക്കൂറുകളായിട്ട് അവിടെ കാത്തു നിൽക്കുന്നവരുണ്ട്. എൻ്റെതൊരു 10 മിനിറ്റ് കൊണ്ട് എല്ലാം ഞാൻ ചെയ്ത് ഇറങ്ങി വന്നു. അച്ഛൻ പറഞ്ഞു, ഇത്ര നിസ്സാരമായിരുന്നോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അതുപോലെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ നടന്നിരുന്നത്. ഞാൻ ഇവിടുന്ന് കയറി അവിടെ എത്തിയ സമയത്ത്
എനിക്ക് ബാക്കി ഫീസ് അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ജോലി ചെയ്ത് ബാക്കി ഫീസ് അടയ്ക്കാം എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിലാണ് പോകുന്നത്. പക്ഷേ ചെന്നു ഫസ്റ്റത്തെ 4 മാസം എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. ആ കിട്ടിയ ജോലി ഞാൻ 2023 സെപ്റ്റംബർ 28 ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ജോലി എനിക്ക് കിട്ടി. പക്ഷെ അത് എനിക്ക് എൻ്റെ റൂമിൻ്റെ വാടക കൊടുക്കാൻ മാത്രമുള്ള പൈസയുള്ളൂ എൻ്റെ കയ്യിൽ. ബാക്കി എന്ത് കാര്യത്തിനും എനിക്ക് വേറെ എന്തെങ്കിലും കിട്ടിയിട്ട് വേണം. കയ്യിൽ കൊണ്ടുപോയ പൈസയെല്ലാം തീർന്നു തുടങ്ങി. ഒന്നും ചെയ്യാനില്ലാത്ത സാഹചര്യത്തിലാണ് എൻ്റെ ഒരു സുഹൃത്ത്, കൂടെ പഠിക്കുന്ന കുട്ടി പറഞ്ഞു അവർ ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിലുണ്ട്, പുള്ളീനെ വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിൽക്കുന്നത് പുള്ളി ജോലി കൊടുക്കുന്ന സ്ഥലമായിട്ട് ഒരുപാട് ദൂരമുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ചിത്ര അവിടെ നിന്നാൽ എന്തായാലും പറ്റില്ല, ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ശരി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു കൂടെ ആരും വന്നിട്ടില്ലേ, ചിത്ര മാത്രമേ ഉള്ളൂ, ഡിപ്പെൻഡൻ്റ് ഒന്നും ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ലണ്ടൻ കാണാൻ വന്നതാണോ കറങ്ങാൻ വന്നതാണോ എന്ന് ചോദിച്ചു. സത്യം പറയാം എനിക്ക് ബാക്കി സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഞാൻ കരഞ്ഞുപോയി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വിഷമിക്കേണ്ട, ആ പുള്ളിയെ വിളിച്ചാൽ കിട്ടാറില്ല, പക്ഷേ എനിക്ക് ഫസ്റ്റ് റിങ് തന്നെ പുള്ളി ഫോൺ എടുത്തിട്ടാണ് എൻ്റെ അടുത്ത് ഇത്രയും സംസാരിക്കുന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞു ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേനും സെൻട്രൽ ലണ്ടനിലേക്ക് വരണം, എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരേക്കും ഞാൻ പുള്ളിയുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലി എന്നുള്ളത് ഇപ്പോഴും പറയാനായിട്ടില്ല. അങ്ങനെ ക്ലാസ് തുടങ്ങി, ഫീസ് അടയ്ക്കേണ്ട സമയം വന്നു. ഈ ജോലി ഇത്രയും കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും കിട്ടുന്ന പൈസ കുറവായതുകൊണ്ടും എനിക്ക് വിചാരിച്ച പോലെ ഫീസ് അടയ്ക്കാനോ മുന്നോട്ട് പോകാനോ പറ്റിയില്ല. അങ്ങനെ എൻ്റെ ID ബ്ലോക്ക് ചെയ്തു, ക്ലാസ്സിന് പോകാൻ പറ്റാതെയായി. അതേസമയം ഞാനത് വിഷമമൊക്കെ വീട്ടിൽ വിളിച്ച് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഗോൾഡ് ലോൺ പണയം വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ ലോൺ എടുക്കാനോ ഒന്നും ഞങ്ങളെ കയ്യിലെടുക്കാനില്ല. എല്ലാം വടിച്ചു തുടച്ചാണ് ഇവിടുന്ന് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഇത്രയും കൂടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചു പോരേണ്ടി വരും, എങ്ങനെ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ വലത് കൈയിന് ടെന്നീസ് എൽബോ വന്നു, ജോലിക്കും പോകാൻ പറ്റാതെയായി. 4 ദിവസം എനിക്ക് റൂമിലുള്ള കുട്ടികളാണ് ചോറ് വാരി തന്നത്. കാരണം എനിക്ക് സ്വന്തമായിട്ട് വാരി കഴിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. വേദന സഹിച്ച് അവിടെ ഒരു 5 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ പുറത്തു പോകുന്നത്. ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് ആരും കൂടെ ഇല്ല, എനിക്ക് ഒറ്റയ്ക്ക് പോകണം. വേദന അത്രയും സഹിക്കുക വയ്യാതെ കരഞ്ഞ് എൻ്റെ ടീഷർട്ടെല്ലാം നനഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒറ്റയ്ക്ക് പോവുകയാണ്. ഒരു ജാക്കറ്റ് ഇടാൻ പോലും എനിക്ക് പറ്റുന്നില്ല, തണുത്ത് വിറച്ചാണ് ഞാൻ പോണത്. ഞാൻ ഈ 30 വയസ്സ് വരേക്കും എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനാണ് കൊണ്ടുപോകുന്നത്. ആ സ്ഥാനത്ത് ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നപ്പോൾ കയ്യിൻ്റെ വേദനയേക്കാൾ കൂടുതൽ ഒറ്റയ്ക്കായി പോയല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ പെട്ടെന്ന് ഡോക്ടറെ കാണാൻ കിട്ടില്ല നമുക്ക്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് എൻ്റെ അവസ്ഥ കണ്ടു. എന്നെ കണ്ട ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു വന്നിരിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിന് ഞാൻ സംസാരിക്കാൻ പോലും എന്നെ സമ്മതിച്ചില്ല. കയ്യിന് സ്ലിങ് ഇട്ട് തന്നിട്ട് പറഞ്ഞു ഇനി പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു 1 വർഷം ചുരുങ്ങിയത് കയ്യിന് റെസ്റ്റ് കൊടുക്കണം, ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല, ഈവൻ പച്ചക്കറി പോലും എൻ്റെ കൈ കൊണ്ട് എനിക്ക് അരിയാൻ പറ്റില്ല, ചെയ്യരുത്, റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ജോലിക്ക് പോവാതിരുന്ന എവിടുന്ന് ഒന്നും കിട്ടാനുമില്ല, ഒന്നും ചെയ്യാനുമില്ല മുന്നോട്ട്. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ ആ സ്ലിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇട്ട സ്ലിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മാതാവിൻ്റെ ഉപ്പ് അതിലിങ്ങനെ ഇട്ടിട്ട് ഞാൻ വെച്ചു. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല. പ്രാർത്ഥിക്കാനാണെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലാൻ അറിയാം, ഞാൻ ഇത് ചൊല്ലുന്നുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് ആ സമയത്ത് കൊന്ത ചൊല്ലാനോ അല്ലെങ്കിൽ വചനം പറയാനോ ഇതൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് അറിയുന്നത് ഇത്രയേ ഉള്ളൂ, ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്, ബാക്കി മാതാവ് നോക്കിക്കൊള്ളണേന്ന് പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഫെബ്രുവരിയിൽ ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് മെയ്യിലാണ്. ആ സാഹചര്യത്തിലൊക്കെ മെയ്യിൽ കിട്ടിയാൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ 4 ദിവസം കൊണ്ട് അതിൽ നിന്നെല്ലാം റിക്കവറായി ജോലിക്ക് ഒരാഴ്ച കൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങി ഞാൻ. അതൊക്കെ അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ആ സമയത്ത് തന്നെയാണ് ഫീസ് അടയ്ക്കാൻ 9 ലക്ഷം രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ID ബ്ലോക്ക് ആക്കുന്നത്. വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അമ്മ നിരന്തരം മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ എനിക്ക് വാട്സപ്പിൽ ഫോട്ടോ അയച്ചു തന്നു. മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അമ്മേൻ്റെ 2 മുട്ടും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, ചോര വന്ന്. ആ സാഹചര്യത്തിലാണ് അമ്മ പ്രാർത്ഥിക്കുന്നത്. അച്ഛനും അമ്മയും അപ്പം ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അച്ഛൻ്റെ പെങ്ങളെ മോളെ കല്യാണം ഉണ്ടായിരുന്നു. അവിടെ നിന്ന സമയത്ത് ചോദിക്കാൻ അത്രയും വിഷമം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും വേറെ നിവർത്തിയില്ലല്ലോ. എല്ലാവരോടും പറഞ്ഞു
ചിത്രം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു മാമ ഞാൻ തരാം, വല്യച്ഛ ഞാൻ തരാം എന്ന് പറഞ്ഞ് കറങ്ങി ഒരു 2-3 ദിവസം കൊണ്ടാണ് 6 ലക്ഷം രൂപ എനിക്ക് അച്ഛന് ഇവിടുന്ന് എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തരുന്നത്. അതേ സമയം എന്നെ കോളേജിൽ കാണാത്തത് കൊണ്ട് ഒരു ഇംഗ്ലീഷുകാരനാണ് എൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ചിത്ര എന്താ വരാത്തത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഫീസ് അടയ്ക്കാത്തത് ഞാൻ പറഞ്ഞില്ല, കൈ വയ്യ, അതുകൊണ്ട് എനിക്ക് ക്ലാസ്സിൽ വരാൻ പറ്റില്ല. അപ്പം എന്നോട് പറഞ്ഞു വന്നിരിക്കാമല്ലോ, എന്തുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വളരെ വിഷമത്തോടെയാണെങ്കിലും ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഫീസ് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ID ബ്ലോക്കാണ്, അതും കൊണ്ടും കൂടിയാണ് വരാത്തത്, വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ ചിത്രേൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്, ഞാനും സഹായിക്കാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു അത്ഭുതമായിരുന്നു. ഞാൻ അറിയാത്ത ഒരു 2-3 ക്ലാസ്സിൽ മാത്രം ഞാൻ പരിചയപ്പെട്ട വേറെ ഏതോ നാട്ടിലുള്ളൊരു കുട്ടിയാണ്, ഭാഷ പോലും ഒന്നല്ല എന്നിരുന്നിട്ട് പോലും എന്നോട് പറഞ്ഞത് ഞാൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അതിശയിച്ചു പോയി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു 1 രൂപയില്ല, പക്ഷേ ഞാൻ ആളടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു 3 ലക്ഷം ഉണ്ട്, ബാക്കി എനിക്ക് കണ്ടെത്തണം എന്ന് പറഞ്ഞു. അവസാനം ഫീസ് അടയ്ക്കുന്ന ഡേറ്റ് ആയപ്പോൾ ആളുടെ ശമ്പളത്തിൽ നിന്ന് കിട്ടിയ 1 ലക്ഷം രൂപയാണ് എനിക്ക് തന്നത്. എന്നോട് അത് തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ടല്ല തന്നത്, നീ വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. പക്ഷേ ഞാനത് എനിക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അങ്ങനെ അതും എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് 2 വർഷമായി ഞാൻ പോയിട്ട്. 2023 സെപ്റ്റംബർ 28-നാണ് ഞാൻ പോണത്. അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ എൻ്റെ ബ്രദറും അവരെ മക്കളും വൈഫൊക്കെ ആയിട്ട് നാട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഇതെൻ്റെ മോനാണ്, എനിക്ക് അവനെ കാണാൻ പറ്റുന്നില്ല, വീട്ടുകാരെയും കാണാൻ പറ്റുന്നില്ല. ഇതുപോലത്തെ സാഹചര്യങ്ങൾ പലതും കടന്നുപോയി, ഒറ്റയ്ക്കായിപ്പോയി, ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെ വരാൻ പറ്റുമെന്നൊന്നും അറിയില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, വേറൊന്നുമല്ല കടങ്ങൾ തീർത്തിട്ട് വരാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം നമ്മൾ വരുമ്പോൾ മറ്റുള്ള ആൾക്കാർ കടക്കാർ ചോദിക്കുമ്പോൾ അവരുടെ മുന്നിൽ മോശപ്പെടരുതല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ നിന്നത്. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നീ വിഷമിക്കണ്ട, ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഞാൻ തരാം. എൻ്റെ ബ്രദർ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നീ വിഷമിക്കണ്ട, നിനക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഞാൻ തരാം, നീ വന്നാൽ മതി എന്ന്. പക്ഷേ അവനും അവൻ്റെ ബുദ്ധിമുട്ടുകളിലാണ്, എനിക്ക് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ വിഷമിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. ആ സമയത്താണ് എനിക്ക് അങ്ങനെ ടിക്കറ്റ് എടുക്കാനൊരു സാഹചര്യം കിട്ടി. എൻ്റെ റൂമിൻ്റെ റെൻറ്റ് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാൻ എനിക്കൊരു അവസരം കിട്ടി. എന്നോട് പറഞ്ഞു നീ വന്നതിന് ശേഷം റെൻറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കൂടെ ചൊരുക്കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ശരിക്കും ഞാൻ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. കൃത്യം 2 വർഷം തികയുന്ന അന്ന് 2025 സെപ്റ്റംബർ 28-ാണ് ഞാൻ തിരിച്ചവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. 20 ദിവസത്തെ ലീവ് ഉള്ളെങ്കിലും ഞാൻ അത്രയും സന്തോഷത്തിലാണ് വന്നത്. അതേപോലെ എനിക്ക് ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായി. വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ദിവസങ്ങൾക്കിടയിൽ നടന്ന ഏറ്റവും വലിയൊരു അത്ഭുതമാണ് എനിക്കിനി പറയാനുള്ളത്. ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ ഡേറ്റുകളെല്ലാം കഴിഞ്ഞു പോയി. 2024 നവംബർ തൊട്ടിട്ട് ഞാനത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫോണ് അഡ്വാൻസ്ഡ് ഫോണല്ല, ഞാൻ വേറെ ആൾക്കാരുടെ ഹെൽപ്പോട് കൂടിയിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം റിജക്ഷനായിരുന്നു വന്നത്. ഞാനും ശ്രമിച്ചു, എനിക്കും റിജക്ഷനാണ് വന്നത്. എന്ത് ചെയ്യണം എന്നറിയില്ല, എൻ്റെ ടെൻഷൻ കൂടി. അതിൻ്റെ ഡേറ്റ് മാറ്റി കിട്ടിയെങ്കിൽ പോലും എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അവസാന നിമിഷത്തിലാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത്, മാതാവേ എനിക്ക് വേറെ ആരോടും ഇനി ഇത് ചെയ്യാൻ പറയാൻ അറിയില്ല, എനിക്കും ചെയ്യാൻ അറിയില്ല, ഞാൻ മാതാവിനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അറിയാവുന്നത് വിശ്വാസപ്രമാണമാണ്. ഞാൻ പറഞ്ഞു 33 തവണ ഞാനത് ചൊല്ലിക്കോളാം, മാതാവ് ഏറ്റെടുത്തോളണേ എന്ന് പറഞ്ഞു. മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ നടുവേദന വരും എനിക്ക്. അപ്പം ഞാൻ ബെഡിൽ ചമ്രം പടിഞ്ഞിരുന്നിട്ടാണ് ഞാൻ ചൊല്ലുന്നത്. കണ്ണടച്ചാൽ എനിക്ക് എണ്ണം തെറ്റിപ്പോകും, ഞാൻ അതുകൊണ്ട് കണ്ണ് തുറന്നാണ് ചൊല്ലുന്നത്. പക്ഷെ ഒരു 10 എണ്ണം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എന്നോട് ആരോ പറയുന്നു കണ്ണടയ്ക്കാൻ പറഞ്ഞു. ഞാൻ കണ്ണടച്ചു. ഒരു 20 ആയപ്പോൾ എന്നോട് പറയുന്നുണ്ട് നീ മുട്ടിൽ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ മുട്ടിൽ നിന്നു. പിന്നെ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. 30 കഴിഞ്ഞൊരു 31 ആയപ്പോൾ എൻ്റെ വലത് ഭാഗത്ത് റൂമിൻ്റെ ഒരു കോണിൽ വലിയൊരു രൂപം, മാതാവിൻ്റെ ഉടുപ്പിട്ട് അതേ ഗ്രേ കളറിൽ ഒരു വലിയൊരു രൂപം എൻ്റെ റൂമും കഴിഞ്ഞ് ആകാശം മുട്ടെ പോയൊരു ഫീൽ എനിക്ക് വന്നു. അപ്പം ഞാൻ ബാക്കിയെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ 33 തവണയും ചൊല്ലിയപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് മാതാവ് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ റൂമിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു രൂപം എന്നെ നോക്കി നിൽക്കുന്നു.
ഞാൻ കണ്ണ് തുറന്നിട്ടില്ല, പക്ഷെ ഞാൻ അങ്ങനെ ഇരുന്ന് എൻ്റെ കൈ കൊണ്ട് കെട്ടിപ്പിടിച്ച് ഞാൻ കുറേ കരഞ്ഞു. ഞാൻ ആ രൂപത്തിൽ മാതാവിൻ്റെ പാദം തൊട്ട് മുട്ട് വരെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഞാൻ ആ ഉടുപ്പിൽ കെട്ടിപ്പിടിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. ഒരു 5 മിനിറ്റ് ഞാൻ കരഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ഇരുന്നു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ആ കരഞ്ഞ അതേ രൂപത്തിൽ തന്നെ ഞാൻ ആ വിസ ചെയ്തു. 1 മിനിറ്റ് പോലും എനിക്ക് എടുക്കേണ്ടി വന്നില്ല. 5 മാസം കൊണ്ട് ഞാൻ ശ്രമിച്ചിട്ട്, നിസ്സാരമാണ് അത് ചെയ്യാൻ, പക്ഷെ 5 മാസം കൊണ്ട് ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് റിജക്ഷൻ വന്നത് 1 മിനിറ്റ് പോലും എടുക്കാതെ എല്ലാം ചെയ്തു. ഞാൻ ആ കരഞ്ഞ അതേ ഫോട്ടോ ആണ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തത്. ഞാനത് ഇപ്പോഴും മാറ്റിയിട്ടില്ല. അങ്ങനെ എനിക്ക് മാതാവിൻ്റെ അത്രയും വലിയൊരു അനുഗ്രഹം കിട്ടി. ഇപ്പോഴും അതിനുശേഷം ഈ നിമിഷം വരേക്കും ഞാൻ മാതാവിനെ എപ്പോൾ ചിന്തിക്കുന്നോ എനിക്ക് ആ രൂപം എൻ്റെ മുന്നിൽ വലത് സൈഡിൽ വരുന്നുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ വലത് കൈ പിടിച്ചിട്ട് മുന്നോട്ട് പോകണേ എന്നുള്ളത്. അത് കേട്ടിട്ടാവണം എനിക്കറിയില്ല, ഇപ്പോഴും എനിക്ക് ആ ഒരു പ്രസൻസ് എൻ്റെ മുന്നിൽ ഉണ്ടാവാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. കാരുണ്യ പ്രവർത്തനം ഞാൻ ചെയ്തിട്ടുള്ളത്, അവിടെ ഭക്ഷണം കിട്ടാതെ കുറേ ആൾക്കാർ പുറത്തു കൂടെ നടക്കാറുണ്ട്. ഞാൻ ലണ്ടനിലാണ്. അപ്പോൾ ഒരുപാടൊന്നും ആളുകളെ കാണില്ല, പക്ഷെ ഞാൻ ആ കാണുന്ന ആളുകൾക്കെല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിലും കാപ്പിയാണെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ അഗതികളായിട്ട് താമസിക്കുന്ന ആളുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ പൈസ കൊടുത്തിട്ട് അവർക്ക് ഭക്ഷണമായിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം ഇവിടുന്ന് പോകുന്നതിൻ്റെ മുന്നേ ഓട്ടോ സ്റ്റാൻഡുകളിലും പുറത്ത് എല്ലാ സ്ഥലങ്ങളിലും മാതാവിനെ കുറിച്ച് പറഞ്ഞ് കൊടുത്ത് അതെല്ലാം തീർത്തതിന് ശേഷമാണ് ഞാൻ ഇവിടുന്ന് പോയത്. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഞാൻ എവിടെയും തളർന്നിട്ടില്ല. എന്നെ താങ്ങി മാതാവ് കൂടെ ഉണ്ട്. 1000 നന്ദി.